ഈ പുഴയും കടന്നിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. രാഗിണിയുമായുള്ള നിവിന്റെ കല്യാണത്തിന് രാജേശ്വരിയും സത്യനും പിന്മാറുകയാണ്. വിവാഹം മുടങ്ങുമെന്നറിഞ്ഞതിന്റെ വെപ്രാളത്തിൽ വല്ലാത്തൊരവസ്ഥയിൽ രാഗിണിയും അച്ഛന്റെ അരികിലേക്ക് ചെന്ന് മതി അച്ഛ, എല്ലാം എത്ര നേരമായി ഞാൻ ഈ വേഷം കെട്ടി നിൽക്കാൻ തുടങ്ങിയിട്ട്, കല്യാണം നടത്തച്ച എന്ന് പറഞ്ഞ് നിവിന്റെ അരികിലേക്ക് ചെന്ന് നിവിന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് വാ നിവിൻ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോഴേക്കും വിടടി എന്ന് പറഞ്ഞ് നിവിൻ അവളുടെ കൈ തട്ടി മാറ്റുകയാണ്. അവൾ ദേഷ്യത്തോടെ നിവിന്റെ കോളറിനിട്ട് പിടിച്ച് അത്രയ്ക്ക് ധൈര്യമുണ്ടോടോ നിനക്ക്, എന്നെ നീ ഇവിടെ വിട്ടിട്ട് പോവോ എന്ന് പറ നിവിൻ, ഞാൻ എന്തിനാ പിന്നെ ഇത്രയും കാലം കാത്തിരുന്നത്, എന്തിനാന്ന് പറ എന്ന് ചോദിക്കുമ്പോഴേക്കും രാജേശ്വരി വന്ന് നിവിന്റെ കോളറിലുള്ള പിടി വിടുവിച്ച് അവളെ തട്ടി മാറ്റി അത്രയ്ക്കായോടെ എന്ന് ചോദിച്ച് അവളുടെ കവിള് താഞ്ഞടിക്കുകയാണ്. കുറെ നേരമായിട്ട് ഞാൻ സഹിക്കുന്നു നിന്റെ ഈ അഹങ്കാരം, പെണ്ണുങ്ങളായ കുറച്ചെങ്കിലും നിലത്ത് നിൽക്കണോടി എന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ജയപാലനും താക്കിയതോടെ പറയുന്നുണ്ട്, രാജി കല്യാണം നടക്കാൻ വേണ്ടിയാ ഞാൻ ഇതൊക്കെ ക്ഷമിക്കുന്നതേ. അത് കേട്ട് രാജിയും അതിനാര് കല്യാണം നടത്തുന്നു, പണ്ടെങ്ങോ പറഞ്ഞൊരു വാക്കിന്റെ പേരിൽ ഇവനെ ഇത്രയും കാലം ഞങ്ങൾ വിഷമിപ്പിച്ചു, അത്രയും മതി, ഇനി ഇവന്റെ ഭാവി തുലയ്ക്കാൻ വയ്യ, ഞങ്ങൾ ഇവനെ കൂട്ടിക്കൊണ്ടു പോവുക, ജയപാലേട്ടന് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാ അത് ചെയ്യ, വാട എന്ന് വിളിച്ച് നിവിന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് സത്യേട്ടനെയും വിളിച്ച് രാജേശ്വരി അവിടെ നിറങ്ങുകയാണ്. രാജേശ്വരി നിൽക്കാനാ പറഞ്ഞത് എന്ന് ജയപാലൻ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും രാജേശ്വരിയും സത്യനും അത് മൈൻഡ് ചെയ്യാതെ നടന്നു പോവുകയാണ്. കാറിലെ യാത്രക്കിടയിൽ അച്ഛമ്മ കാവേരിയോടായി പറയുന്നുണ്ട്, പറഞ്ഞതുപോലെ പണി പറ്റിച്ചു കളഞ്ഞല്ലോടി നീ, ആ ജയപാലിനെ തറ പറ്റിച്ചു കളഞ്ഞില്ലേന്ന്. ഗംഗയും പറയുന്നുണ്ട്, തോട്ടത്തിന്റെ പണം വാങ്ങിച്ചെടുക്കുമെന്ന് പറഞ്ഞെങ്കിലും അത് ഇത്രയും പെട്ടെന്ന് സാധിക്കുമെന്ന് ഞാൻ കരുതിയില്ലെന്ന്. വലിയ അഭിമാനിയായിരുന്നല്ലോ ജയപാലൻ, നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ട് നാറിയില്ലേ, ഇനിയിപ്പോ തലയിൽ മുണ്ടുമിട്ട് നടക്കാമെന്ന് ശാരദയും പറയുകയാണ്. അവൻ നാറിയ പോരാ, വെള്ളം കിട്ടാതെ പുഴുവരിച്ച് ചാവണം, അവൻ കാരണമല്ലേ എന്റെ അരവിന്ദൻ, ഞാൻ ആരെയും ശപിച്ചിട്ടില്ല ഇതുവരെ, ചോറ് വാരിക്കൊടുത്ത് വളർത്തിയ ഒരുത്തനെ ശപിക്കേണ്ടി വന്നല്ലോ എന്നച്ചമ്മ സങ്കടത്തോടെ പറയുന്നുണ്ട്. എല്ലാം കേട്ട് യമുനയും നിങ്ങൾ എന്താ ഈ വിചാരിക്കുന്നത്, ജയപാലിനിപ്പോ നാണക്കേടു കാരണം വീടിനകത്തു കയറി ഒളിച്ചിരിക്കുവാണെന്നോ, ഒരു ചുക്കുമില്ല, കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയുള്ള അയാൾക്ക് ഇതൊക്കെ ഒരു നാണക്കേടാണോ, അയാൾക്ക് എന്ത് നഷ്ടം വന്നെന്നാ, കുറച്ച് പണമോ, അതൊന്നും അയാൾക്കൊരു പ്രശ്നമേ അല്ല, അയാൾ അധ്വാനിച്ചുണ്ടാക്കിയ പണമൊന്നുമല്ലല്ലോ നമുക്കെടുത്തു തന്നത്, നമ്മുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് കബളിപ്പിച്ചെടുത്തതിൽ ഒരു ഭാഗം മാത്രമല്ലേ, കണക്ക് പറഞ്ഞ ഇനിയും ഒരുപാട് പണം ജയപാലിന്റെ കയ്യിലുണ്ട്, അയാളിപ്പോ കല്യാണം കഴിഞ്ഞ മകനും മരുമകനുമൊപ്പം ഹാപ്പി ആയിട്ട് പന്തലിലിരുന്ന് സദ്യ ഉണ്ണുന്നുണ്ടാവും, ഇപ്പോഴും അയാളുടെ കാര്യം പറഞ്ഞ് ശരിക്കും മൂഡ് ഔട്ട് ആയിരിക്കുന്നത് നമ്മൾ തന്നെയല്ലേ എന്നവൾ പറയുന്നത് കേൾക്കെ കാവേരിയും പറയുന്നുണ്ട്, യമുന പറഞ്ഞതാമേ ശരി, ജയപാലിനടക്കം ഇവിടെയുള്ള വെറുപ്പും വേദനകളും വിദ്വേഷവും ഒക്കെ ഇവിടെ തന്നെ നമുക്ക് വിട്ടിട്ട് പോവാം, ഓർമ്മകളടക്കം വേദനിപ്പിക്കുന്നതൊന്നും നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നില്ല, മുന്നിലൊരു പുതിയ തുടക്കമുണ്ടെന്ന് പ്രതീക്ഷിക്കാം എന്നവൾ പ്രതീക്ഷയോടെ പറയുകയാ. അവിടെ രാഗിണിയും കല്യാണ മണ്ഡപത്തിൽ കല്യാണം മുടങ്ങിയതിന്റെ നിരാശയിൽ ദേഷ്യത്തോടെ മണ്ഡപത്തിൽ കയറിയിരിപ്പാ. അവളുടെ ആ ഇരിപ്പ് കണ്ട് ജയപാലൻ അങ്ങോട്ട് ചെന്ന് മോളെ രാഗിണി എന്ന് വിളിക്കെ അവളൊരു ഞെട്ടലോടെ അച്ഛന്ന് വിളിക്കുക. അവൾ അച്ഛന്റെ അരികിലേക്ക് മുട്ടുകുത്തി ചെന്ന് അച്ഛാ നിവിൻ പോയച്ചാ, നിവിൻ പോയി എന്ന് ഭ്രാന്തമായ അവസ്ഥയിൽ സങ്കടത്തോടെ പറയുന്നുണ്ട്. അച്ഛാ നിവിൻ അവൻ എന്നെ വിട്ടിട്ട് പോയി, എന്റെ ജീവിതം പോയല്ലേ അച്ഛാ, അച്ഛൻ അവനെ കൊണ്ടുവരാൻ പറ്റുമോ, എന്റെ നിവിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ച് തന്റെ മാലയിലെ പൂക്കളെല്ലാം പിച്ചി പറിച്ചെറിയുക. മോളെ എന്ന് ജയപാലൻ വിളിക്കുമ്പോഴേക്കും തന്റെ കഴുത്തിലെ മാല വലിച്ചെറിഞ്ഞ് ഭ്രാന്തമായ അവസ്ഥയിൽ അലറി കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചവൾ ആ മണ്ഡപത്തിലുള്ളതെല്ലാം തട്ടിത്തെറിപ്പിക്കുകയാണ്. യാത്രക്കിടയിൽ ഗംഗ വിനീതനോടായി ചോദിക്കുന്നുണ്ട്, വിനീതേട്ടാ തിരുവനന്തപുരത്ത് നമ്മൾ താമസിക്കാൻ ചെല്ലുന്ന വീടിന്റെ ഓണറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ എന്ന്. ഓ എന്ന് വിനീത് പറയേ, ഹൗസ് ഓണർ നമ്മുടെ വീടിന്റെ കോമ്പൗണ്ടിൽ തന്നെയാണോ അതോ കുറച്ച് ദൂരെയാണോ താമസിക്കുന്നത് എന്നവൾ ചോദിക്കേ, അതറിയില്ലെന്ന് വിനീതും. അറിയില്ലെന്നോ, അല്ല നമ്മൾ ചെല്ലുമ്പോ താക്കോല് വാങ്ങണ്ടേ എന്നവൾ ചോദിക്കേ, ഏത് താക്കോല് എന്ന് വിനീതും. വിനീതേട്ടാ താമസിക്കാൻ പോകുന്ന വീടിന്റെ താക്കോല് എന്നവൾ പറയേ, ആ അത് ശരിയാണല്ലോ എന്ന് വിനീതും. അയാളുടെ നമ്പറില്ലേ കയ്യിലെന്ന് ഗംഗ ചോദിക്കേ, അത് ബേബിച്ചേട്ടൻ തന്നിട്ടുണ്ടെന്ന് വിനീതും. എന്നാ പിന്നൊന്ന് വിളിച്ചു നോക്ക് എന്ന് ഗംഗ പറയുന്നത് കേൾക്ക് വിനീത് തന്റെ മൊബൈൽ എടുത്ത് അയാളെ വിളിക്കുകയാണ്. കോള് കിട്ടുന്നില്ല ഗംഗെ, കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞ് വിനീത് കോൾ വെക്കുകയാണ്. അപ്പോഴേക്കും നിവിനും രാജേശ്വരിയും സത്യനും വീട്ടിലെത്തിയിരുന്നു. റൂമിലേക്ക് പോവാൻ തുടങ്ങുന്ന അമ്മയെ നിവിൻ വിളിച്ചു നിർത്തുകയാ. അവൻ അവരുടെ അരികിലേക്ക് ചെന്ന് രണ്ടാൾക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ സപ്പോർട്ട് ചെയ്തതിന് എന്ന് പറയേ രാജേശ്വരി ദേഷ്യത്തോടെ, നിനക്കിപ്പോ സന്തോഷമായിട്ടുണ്ടാവുമല്ലോ എന്ന് ചോദിക്കേ, എന്താ അമ്മേ എന്ന് നിവിനും ചോദിക്കുക. കല്യാണം മുടങ്ങണേ എന്ന് പ്രാർത്ഥിച്ചോണ്ടല്ലേ നീ മണ്ഡപത്തിലിരുന്നത്, മുടങ്ങിയപ്പോ സന്തോഷമായിട്ടുണ്ടാവല്ലോ എന്ന് രാജേശ്വരി ചോദിക്കുക. അമ്മേ അയാള് ആ ജയപാൽ ഞങ്ങളെ പണം തട്ടിച്ചത് ഞാൻ പറഞ്ഞിട്ടാണോ, ഞാനാണോ കല്യാണം മുടക്കിയേ എന്ന് നിവിൻ ചോദിക്കുന്നുണ്ട്. എടാ ഇതൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിലും ഈ കല്യാണത്തിന് നീ തയ്യാറാണോ
പറയടാ അവന്റെ ഒരു അഭിനയം എന്ന് രാജി ദേഷ്യത്തോടെ പറയേ. രാജി താൻ ഇങ്ങ് വന്നേന്ന് പറഞ്ഞ് സത്യൻ രാജിയെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാ. നിവിനൊരു ചമ്മലോടെ നിൽക്കുമ്പോഴേക്കും ആസിഫ് അവന്റെ അരികിലേക്ക് വന്ന് ഡാ ചോദിച്ചു വാങ്ങിച്ചതല്ലേ വെച്ചോ എന്ന് പറഞ്ഞ് അവിടുന്ന് പോവുകയാ. നിവിനും ആശ്വാസത്തോടെ അവിടെ തന്നെ നിൽപ്പാ. അവിടെ ജയപാലൻ തന്റെ വീട്ടിൽ ഓഡിറ്റോറിയത്തിലുണ്ടായ സംഭവങ്ങളെല്ലാം ദേഷ്യത്തോടെ ഓർത്തെടുക്കുകയാ. പ്രവീണയും വിശാലും കുറച്ച് അതിഥികളും അവിടെ നിൽപ്പുണ്ട്. അതിഥികൾ ജയപാലിനോടായി ജയപാല ഇങ്ങനെ ഇരുന്നാ മതിയോ, ഇനി ബാക്കി എന്താ വേണ്ടെന്ന് വെച്ചാ നോക്കണ്ടേ, ഒരു പെണ്ണ് വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കല്യാണം മുടക്കിയിട്ടങ്ങ് പോയില്ലേ. ജയപാല നിന്റെ അനിയത്തിയുടെ മോനല്ലേ നിവിൻ, അവനെ കൂട്ടിക്കൊണ്ടുവന്ന് കല്യാണം നടത്താൻ നോക്ക് എന്ന് വേറൊരു സ്ത്രീയും പറയുന്നുണ്ട്. അത് കേട്ട് വേറൊരാളും അവൻ ഈ കല്യാണത്തിന് ഒരു താല്പര്യവുമില്ല, അതിനി നടക്കുമെന്നും തോന്നുന്നില്ലെന്ന് പറയുന്നുണ്ട്. എന്ന് ആര് പറഞ്ഞു എന്നാ സ്ത്രീ ചോദിക്കെ. അവന്റെ മുഖം കണ്ടാൽ അറിയില്ലേ, എങ്ങനെയെങ്കിലും കല്യാണം മുടക്കണമെന്ന ആഗ്രഹവും കൊണ്ടാ നടക്കുന്നത്. മാത്രമല്ല ആ വനിത SI ഇല്ലേ നിവിനാണ് അവളെ അവിടെ കൊണ്ടുവന്നത് തന്നെ. രണ്ടാളും കോളേജിൽ ഒരുമിച്ച് പഠിച്ചതാന്നാ പറയുന്നേ. ഈ കല്യാണം മുടക്കാൻ വേണ്ടി ആരൊക്കെയോ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് അവൾക്ക് പോസ്റ്റിംഗ് കിട്ടിയത്. ഇതൊക്കെ മുടങ്ങുമെന്ന് നേരത്തെ നിശ്ചയിച്ചതാ. പാവം ജയപാലൻ മാത്രം മണ്ടനായി പോയി എന്നയാൾ പറയുന്നത് കേൾക്കെ വിശാലവും ദേഷ്യത്തോടെ എന്റെ പൊന്നു ബാബുചേട്ടാ ഒന്ന് മിണ്ടാതിരിക്കെ, എന്റെ അച്ഛനാകെ തിളച്ചു നിൽക്കുക. നിങ്ങൾ വീണ്ടും തീക്കൊള്ളി കൊണ്ടുപോയി ഇട്ട് കൊടുക്കല്ലേന്ന് പറയുന്നുണ്ട്. ആ ബെസ്റ്റ്, ഞങ്ങളായിപ്പോ തീക്കൊള്ളി കൊണ്ട് ഇട്ട് കൊടുക്കുന്നത്. നിന്റെ രാജേശ്വരി ആന്റി ഒക്കെ കൂടി ജയപാലിനെ ചതിച്ച കാര്യമായി പറയുന്നത് എന്ന് ബാബുചേട്ടൻ പറയുമ്പോഴേക്കും വേറൊരാളും വലിയ വീരവാദം പറഞ്ഞിരുന്ന നിന്റെ അച്ഛനിനി നേരെ ചൊവ്വേ പുറത്തിറങ്ങി നടക്കാൻ പറ്റൂടാ, 50 ലക്ഷം പോയത് പോട്ടെ. അതുപോലെയാണോ മാനം? ഇവൻ ഇനി പുറത്തിറങ്ങുമ്പോ സ്വന്തം കൂട്ടുകാരനെ ചതിച്ചു കൊന്നെന്ന് പറഞ്ഞ് നാട്ടുകാർ ഇവന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പില്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും എല്ലാം കേട്ട് ദേഷ്യത്തോടെ ഇരിക്കുകയായിരുന്ന ജയപാലനും നിർത്തടാ എന്ന് പറഞ്ഞു എഴുന്നേറ്റ് പോടാ, എല്ലാം ഒറ്റയൊരുത്തൻ ഈ വീട്ടിൽ കണ്ടുപോകരുത്, ഇറങ്ങിക്കോ എന്ന് വിരൽ ചൂണ്ടി പറയുന്നുണ്ട്. അത് കേൾക്കേ ബാബുചേട്ടനും ജയപാല അതിന് ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ എന്ന് ചോദിക്കേ ജയപാലൻ വഞ്ചകനും ചതിയനുമൊക്കെയാ. അരവിന്ദനെ മാത്രമല്ല എല്ലാരും ചതിക്കും. ഇറങ്ങിപ്പോടോ, നിനക്കൊക്കെ കാശും ജീവനും വേണമെങ്കിലേ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോണം എന്ന് ജയപാലൻ ഒച്ചവയ്ക്ക് ഒരു സ്ത്രീയും പറയുന്നുണ്ട്. ജയപാല ഇവരെന്തോ ചെയ്തെന്ന് വെച്ച് എല്ലാവരോടും ഒരുപോലെ പെരുമാറരുത്. അത് കേട്ട് ജയപാലൻ ദേഷ്യത്തോടെ എനിക്ക് ആരും കാണണ്ടെന്ന് പറഞ്ഞില്ലേ, ഇറങ്ങിക്കോ എല്ലാം ഇറങ്ങ് എന്ന് പറഞ്ഞ് ബാബുവിനെ അടിക്കുമ്പോഴേക്കും ജയപാല നിനക്ക് പ്രാന്താണോ എന്ന് അയാളും ചോദിക്കുന്നുണ്ട്. അതേടാ എനിക്ക് പ്രാന്താ, വാടാ വാ, എന്റെ മോളുടെ കല്യാണം അല്ലേടാ മുടങ്ങിയേ, അത് ഞാൻ അങ്ങ് സഹിച്ച് കേട്ടല്ലോ എന്നൊക്കെ അലറി വിളിക്കുമ്പോഴേക്കും വിശാൽ അച്ഛനെ പിടിച്ചു നിർത്തുന്നുണ്ട്. അയ്യോ ജയപാലട്ടാ എന്ത് ഇത് എന്ന് പ്രവീണ ചോദിക്കേ. നീ മിണ്ടരുത് എന്നവളുടെ നേരെ വീഴ്ചൂണ്ടി പറഞ്ഞ് ഡാ എല്ലാവരും പോയിക്കോ, എല്ലാവരും ഇറങ്ങിക്കോണം, ഒന്നിനെ ഇവിടെ കണ്ടുപോരുത്, ഇറങ്ങടാ, എല്ലാത്തിനോടും ഇവിടെ നിന്ന് ഇറങ്ങാനാ പറഞ്ഞത്, ഇറങ്ങിക്കോണമെല്ലാം എന്ന് പറഞ്ഞ് എല്ലാവരെയും പുറത്തോട്ട് ഇറക്കുകയാ. തടയാൻ ചെന്ന പ്രവീണയെ കേറിപ്പോടി അകത്തെന്ന് പറഞ്ഞ് വഴക്ക് പറയുക ജയപാലൻ. നിനക്ക് എന്തുവാടി, എന്താടി നിനക്ക് എന്ന് ചോദിച്ച് ജയപാലൻ പ്രവീണയുടെ നേരെ ചെല്ലുമ്പോഴേക്കും അച്ഛ മതി എന്ന് വിശാലും പറയുന്നുണ്ട്. എന്ത് ഭ്രാന്തായി കാണിച്ചത്, ബന്ധുക്കളെയും നാട്ടുകാരെയും ഒക്കെ തല്ലി ഓടിക്കുകയാണോ എന്ന് പ്രവീണ സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്. നിന്നോട് മിണ്ടാതെ ഇരിക്കാനാ ഞാൻ പറഞ്ഞത് എന്ന് ജയപാലൻ വീണ്ടും ഒച്ചവെക്കേ. ഞാൻ മിണ്ടും, നിവിന് ഇഷ്ടമല്ല ഈ കല്യാണത്തിനെങ്കിൽ അവൾക്ക് വേറെ ബന്ധമാലോചിക്കാൻ ഞാൻ എത്ര വട്ടം പറഞ്ഞതാ, എന്നിട്ട് കേട്ടോ, അനിയത്തിയുടെ മോനാണ്, കുഞ്ഞുനാളിലെ പറഞ്ഞുറപ്പിച്ച ബന്ധമാണ്, ഇത് ഞാൻ നടത്തുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ തോറ്റുപോയതാരാ, ജയപാലേട്ടനല്ലേ. ജയപാലേട്ടൻ ഒറ്റയാളുടെ കുഴപ്പം കൊണ്ടാ ഇപ്പൊ ഇതൊക്കെ സംഭവിച്ചത്, പിന്നെന്തിനാ നാട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ ഓടിച്ചു വിടുന്നത് എന്ന് പ്രവീണ ചോദിക്കുന്നുണ്ട്. എടി നിന്നോടാ ഞാൻ മിണ്ടാതിരിക്കാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് ജയപാലൻ പ്രവീണയെ അടിക്കാനായി കൈയൊങ്ങുമ്പോഴേക്കും ഒരു കൈ ജയപാലന്റെ കയ്യിൽ പിടിച്ച് തടയുന്നുണ്ട്. ജയപാലൻ അമ്പരപ്പോടെ നോക്കുമ്പോഴേക്കും രാഗിണിയാണ് കാണുന്നത്. തൊട്ടു പോകരുത് എന്റെ അമ്മയെ എന്നവൾ വിരൽ ചൂണ്ടി പറയുകയാ. അമ്മ പറഞ്ഞതിൽ എന്താ തെറ്റ്, നിങ്ങൾ ഒരൊറ്റയാളാ ഇതിനെല്ലാം കാരണം, എന്റെ കല്യാണം മുടങ്ങിയതും ജീവിതം തകർന്നതുമെല്ലാം നിങ്ങൾ ഒരാൾ കാരണമാ. നിങ്ങൾക്കറിയോ ഈ നിൽക്കുന്ന സ്ത്രീയെ എന്റെ അമ്മയായിട്ടല്ല നിങ്ങളുടെ ഒരു സെർവന്റ് ആയിട്ടാ ഞാൻ കണ്ടോണ്ടിരുന്നത്. ബ്രഷിൽ ടൂത്ത് പേസ്റ്റ് വെച്ച് തരുന്നത് മുതൽ ബെഡ്ഷീറ്റ് വിരിച്ചു കിടത്തി ഉറക്കുന്നത് വരെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു മെയ്ഡ്. അവർക്ക് ശമ്പളമില്ല, വീട്ടിൽ നിന്ന് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാം, നല്ല വസ്ത്രം ധരിക്കാം, നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യാം. അതിനിടയ്ക്ക് നിങ്ങളുടെ ആട്ടും തുപ്പും കേൾക്കണം, ചീത്ത വിളി കേൾക്കണം, ഇടയ്ക്ക് ഇതുപോലെ തല്ലും കൊള്ളണം. അമ്മയോട് ഇങ്ങനെയൊക്കെ പെരുമാറുമെങ്കിലും നിങ്ങളോട് എനിക്ക് വിരോധമോ ദേഷ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല. സ്നേഹവും വിശ്വാസവും കാരണം നിങ്ങളുടെ ഒരു ഫാൻ ആയിരുന്നു ഞാൻ. നിങ്ങളായിരുന്നു എന്റെ ഹീറോ എന്നവൾ സങ്കടത്തോടെ പറയുകയാണ്. സ്കൂളിലും മറ്റും പല ടീച്ചേഴ്സും ചോദിക്കും നിന്റെ ഫേവറേറ്റ് ഹീറോ ആരാന്ന്. എല്ലാ കുട്ടികളും പലരുടെയും പേര് പറയും, പക്ഷെ ഞാൻ പറയും മൈ ഡാഡ് ജയപാലെന്ന് എന്നവൾ സങ്കടത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുക. മുതിർന്നപ്പോഴും അതിലൊരു വ്യത്യാസവും വന്നില്ല. മൈ ഡാഡ് വാസ് എ റിയൽ ഹീറോ. നിങ്ങളായിരുന്നു അച്ഛാ, നിങ്ങളായിരുന്നു എന്റെ റിയൽ ഹീറോ. ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം മനസ്സിൽ കാണുന്നതിന് മുന്നേ എന്റെ കയ്യിലെത്തിക്കാൻ കഴിവുള്ള ആളായിരുന്നു എന്റെ അച്ഛൻ ഇന്നലെ വരെ. എന്നിട്ട് ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എനിക്ക് കിട്ടിയോ? ഇല്ല. എന്റെ നിവിനെ അവൻ എനിക്ക് നഷ്ടപ്പെട്ടില്ലേ എന്നേക്കുമായിട്ട്. അവൻ എന്നെയല്ല കാവേരിയെ ഇഷ്ടമെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ.
എന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് അത് ഭാവിച്ചോ? നിങ്ങളോട് ഒരു അക്ഷരമെങ്കിലും ചോദിച്ചോ? കാരണം എനിക്ക് എന്റെ അച്ഛനെ വിശ്വാസമായിരുന്നു. അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ അതിലൊരു മാറ്റവും ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കല്യാണത്തിന് ഫ്രണ്ട്സിനെ വിളിക്കാൻ ഡ്രസ്സും ഓർണമെന്റ്സും ഒക്കെ എടുക്കാൻ എന്തിനെങ്കിലും നിവിൻ വന്നോ? എന്തിനെങ്കിലും നിവിൻ കൂടെ വന്നോ? എന്റെ അച്ഛ, ഇങ്ങനെയൊന്നും ഞാൻ ചോദിച്ചിട്ടില്ലേ? അപ്പോ അച്ഛൻ പറയും എല്ലാം ഞാൻ നോക്കിക്കോളാമെന്ന്. ആ ഒരു വാക്ക് മതിയായിരുന്നു എനിക്ക് ആശ്വസിക്കാൻ. എന്നിട്ട് ഏറ്റവും ഒടുവിൽ എന്നെ തോൽപ്പിച്ചു കളഞ്ഞില്ലേ അച്ഛാ? നിവിനെ അവൾ ആ കാവേരി കൊണ്ടുപോയില്ലേ എന്ന് രാഗിണി സങ്കടത്തോടെ ചോദിക്കുന്നതൊക്കെ എന്താ മോളെ നീ പറയുന്നേ എന്ന് പ്രവീണയും ചോദിക്കുക. എനിക്കറിയാം, കാവേരിയും കുടുംബവും തിരുവനന്തപുരത്തേക്ക് പോയില്ലേ, അതിന് പിന്നാലെ പുറപ്പെട്ടു പോയിട്ടുണ്ടാവും നിവിനും. അവരൊന്നിച്ച് ജീവിക്കും സന്തോഷമായിട്ട്. ഞാൻ മാത്രം ഇവിടെ എല്ലാവരുടെയും മുന്നിൽ ഒരു കോമഡി പീസായിട്ട് ജീവിക്കും എന്ന് പറഞ്ഞവൾ സങ്കടത്തോടെ പൊട്ടിക്കരയുകയാ. മോളെ കരയാതെ, അച്ഛനില്ലേ നിന്നോടൊപ്പം എന്ന് ജയപാലനും സങ്കടത്തോടെ ചോദിക്കുന്നുണ്ട്. അച്ഛനു വേറെ വിരൽ ചൂണ്ടി കരച്ചിലോടെ കാവേരി പറയുന്നുണ്ട്, മിണ്ടി പോവരുത് നിങ്ങള്. അച്ഛനുണ്ട്. ഈ ഒരു വാക്ക് പറഞ്ഞാ നിങ്ങൾ ഇത്രയും കാലം എന്നെ പറ്റിച്ചത്. കല്യാണ മണ്ഡപത്തിൽ വെച്ച് എന്റെ ജീവിതം തട്ടിത്തെറിക്കുമ്പോ എവിടെയായിരുന്നു ഈ അച്ഛൻ? മണ്ഡപത്തിന്ന് ആന്റിയും അങ്കിളും കൂടി നിവിനെ കൂട്ടിക്കൊണ്ടു പോകുമ്പോ എവിടെയായിരുന്നു ഈ അച്ഛൻ? നാട്ടുകാരെല്ലാരും കൂടി എന്നെ പരിഹസിച്ച് ചിരിച്ചപ്പോ എവിടെയായിരുന്നു ഈ അച്ഛൻ എന്ന് ചോദിച്ച അച്ഛന്റെ കോളറിട്ട് പിടിച്ചുകൊണ്ട് പറ അച്ഛാ, എവിടെ പോയി? പറയച്ചാ പറ എന്ന് പൊട്ടിക്കരച്ചിലോടെ രാഗിണി ചോദിക്കുക. പിന്നീട് അച്ഛന്റെ ഷർട്ടിലെ പിടിവിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജയപാലൻ തോറ്റു. യു ആർ എ ടോട്ടൽ ഫെയിലർ. ലോക തോൽവി. നിന്നെക്കൊണ്ട് ഇനി ഒന്നിനും സാധിക്കില്ല. പണത്തിന്റെയും സ്വാധീനത്തിന്റെയും മേനി നടിച്ചുകൊണ്ട് ഇനിയും മുന്നിലേക്ക് വന്നാൽ നാട്ടുകാർ മാത്രമല്ല ഈ ഞാനും കാർക്കിച്ചു തുപ്പും. ഈ മുഖത്ത് സൂപ്പർ ഹീറോ അല്ലടാ, സൂപ്പർ സീറോയാ, എ ബിഗ് സീറോ എന്ന് വെറുപ്പോടെ പറഞ്ഞു തുപ്പിക്കൊണ്ടവൾ മുകളിലേക്ക് പോവുകയാണ്. അവൾ പോകുന്നത് നോക്കി ആകെ തകർന്ന അവസ്ഥയിൽ സങ്കടത്തോടെ നിൽപ്പാൻ ജയപാലനും. പ്രവീണ അങ്ങോട്ട് ചെന്ന് ജയപാലേട്ടാ എന്ന് സങ്കടത്തോടെ വിളിക്കെ, മാറി നിൽക്കടി അങ്ങോട്ട് എന്ന് ദേഷ്യത്തോടെ ഉച്ചവെച്ച് സങ്കടത്തോടെ കരഞ്ഞ് മാറി നിൽക്കെന്ന് പറഞ്ഞ് ജയപാലൻ അവിടെ തളർന്നിരിക്കുക. സങ്കടത്തോടെ കരയുന്ന ജയപാലിന്റെ മനസ്സിലേക്ക് തന്നെ വെല്ലുവിളിച്ച കാവേരിയുടെ മുഖം ഓടിയെത്തുകയാ. അവളുടെ വെല്ലുവിളി ഓർക്കെ ദേഷ്യത്തോടെ ഇരിക്കുന്ന ജയപാലിനെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. തിരുവനന്തപുരത്തെത്തിയ കാവേരിയുടെയും കൂട്ടരുടെയും സംരക്ഷണം നരേൻ ഏറ്റെടുക്കുന്നതും അക്കാര്യമറിഞ്ഞ ജയപാലൻ നരേനെ വെല്ലുവിളിക്കുന്നതുമെല്ലാമാണ് അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.